എല്ലാവർക്കും അർണോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ജാക്ക് ഫ്രൂട്ടിൻ്റെ കുരു കൊണ്ടാണ് ഒരു ഷേക്ക്, ചക്കക്കുരു ഷേക്ക്. നമ്മുടെ ഹെൽത്തി ആയിട്ട് ഈ ചക്കക്കുരു ഇന്ന് പ്രാധാന്യമുള്ളതാണ്. ക്യാൻസറിനെ മറികടക്കാനുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ചക്കക്കുരു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാനാണ്. പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റമാണ്. എല്ലാവർക്കും നന്നായി സ്വാദിഷ്ടമായി കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് ചക്കക്കുരു ഷേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചക്കക്കുരുവിൻ്റെ ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു 20 ചക്കക്കുരു എടുത്തു കഴിഞ്ഞാൽ ഒരു 5 പേർക്കൊക്കെ നമുക്ക് ഒരേ ഗ്ലാസ്സായിട്ട് ചക്കക്കുരു ഷേക്ക് കഴിക്കാം. അത് ചക്കക്കുരു എടുത്തു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുരി കളഞ്ഞിട്ട്, ചുവന്ന മുരികളുണ്ടാവും, അത് കളഞ്ഞ് നമ്മൾ നുറുക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അത് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതാണ് അടിച്ചെടുത്തിട്ടുള്ളത്. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാല് തിളപ്പിച്ച് അത് ഈ അടിച്ചു വെച്ച ചക്കക്കുരു പാലിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. നന്നായി മിക്സ് ചെയ്ത് അടിച്ചെടുക്കുകയാണ്. അടിച്ചെടുത്തിട്ട് അതിൽ നമ്മൾ ഈ ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഓരോ അളവനുസരിച്ചിട്ടാണ് നമ്മൾ കൂട്ടിയെടുക്കേണ്ടത്. നമുക്കിപ്പോൾ 20 ചക്കക്കുരുവാണ്. അപ്പോൾ അതിന് ഒരു 10 അണ്ടിപ്പരിപ്പ്, ഒരു 10 ബദാം, കുറച്ച് കപ്പലണ്ടി, ഒരു 2-3 സ്പൂണ് കപ്പലണ്ടി, അതുപോലെ തന്നെ മുന്തിരി, ഒരു 10 മുന്തിരിയല്ല, സോറി, ഈത്തപ്പഴം ഒരു 10 എണ്ണം, എസൻസ് ഒരു 2 സ്പൂണ്, വാനില എസൻസ് 2 സ്പൂണ്, പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം, അത്രമാത്രമാണ്. അപ്പോൾ അടിച്ചു വെച്ച നമ്മൾ ചക്കക്കുരു, വേവിച്ച ചക്കക്കുരുവാണ്, അത് അടിച്ചു വെച്ചത് നമ്മൾ പാലിൽ മിക്സ് ചെയ്തിട്ട് അടിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പഞ്ചസാരയും ഇതിനോട് കൂടെ ചേർത്ത്, ഈ 3 ഐറ്റം കൂടി ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചക്കക്കുരു വേവിച്ച് നമ്മൾ മിക്സിയിലടിച്ച് പഞ്ചസാരയും പാലും കൂടി അടിച്ചെടുത്ത ഐറ്റമാണ് ഇത്. ഈ രൂപത്തിലാണ് നമ്മൾ, കട്ടിയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൽ കുറച്ച് ഈത്തപ്പഴം അത് നമ്മൾ മിക്സ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് കപ്പലണ്ടി, നമ്മുടെ ഐറ്റംസ്, നല്ല നല്ല ഐറ്റംസൊക്കെ ഇതിൽ ചേർക്കുകയാണ്. അപ്പോൾ കപ്പലണ്ടി കുറച്ച് 2-3 സ്പൂൺ കപ്പലണ്ടി, അതുപോലെ ബദാം ഒരു 10 എണ്ണം, അണ്ടിപ്പരിപ്പ് ഒരു 10 എണ്ണം, ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാണ് നമ്മൾ. ഈ ഷേക്കിലേക്ക് മിക്സ് ചെയ്യാണ്. അതിന് ശേഷം നമ്മൾ ഒരു കളറും മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുകയാണ്. 2 സ്പൂണ് വാനില എസൻസ്. ഓക്കെ, ഇതെല്ലാം കൂടി നമ്മളിങ്ങനെ മിക്സ് ചെയ്ത്, അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്, കഴിക്കാനും സ്വാദിഷ്ടമാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ചേർക്കുകയാണ് ഇതിൽ. പിന്നെ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും, അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് കുറവ് പഞ്ചസാര മതിയാവും, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഈ സ്വാദിഷ്ടമായ ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കുക, എല്ലാവരും രുചിയോട് കൂടിയിട്ട് കഴിക്കുക. ചക്കക്കുരു ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല അടിപൊളി ചക്കക്കുരു ഷേക്കാണ്. ചക്കക്കുരുയാണെന്ന് അറിയുക പോലുമില്ല ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അടിപൊളി ചക്കക്കുരു ഷേക്കാണ് ഇന്ന് ഇവിടെ നമ്മൾ ഐറ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവർക്കും നിങ്ങൾ അത് എല്ലാ ഗസ്റ്റുകൾക്കും കൊടുക്കുക. ഓക്കെ, സൂപ്പറായിട്ടുണ്ട്.